പലപ്പോഴും നമ്മൾ റിസൾട്ട് എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കാറുണ്ട്. എന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് വിജയിക്കാൻ ആവശ്യമായതാണ് പോസിറ്റീവ് തിങ്സ്. നമ്മളെ തോട്ട്സുകളൊക്കെ പോസിറ്റീവ് ആക്കുക, നമ്മുടെ മനോഭാവങ്ങളൊക്കെ പോസിറ്റീവ് ആക്കുക എന്നുള്ള വിഷയം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എനർജി ഫീൽഡ് ഒന്നുകൂടി ഉഷാറാവും. അതല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാവാം. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്നാവാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിസോർഡർ ആവും. അതിനെ തരണം ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ തളർത്തുന്നതിന് മുമ്പ് തന്നെ അത് നമ്മൾ പ്രാക്ടീസ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നത് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഹാൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ 1970 മെയ് 30 ആളുടെ ജനനം. കാലിഫോർണിയയിലാണ്. ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ബുക്ക് രചിക്കാൻ തന്നെ ആളുടെ കാരണം, ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ഒരു ബുക്ക് രചിക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ജീവിത കഥയാണ് ശരിക്കുള്ളത്. ഒരു ജീവിത കഥ. നമുക്കൊക്കെ ഒരു പക്ഷെ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാവാം. ആള് നല്ലൊരു ബുദ്ധിയും തൻ്റെ ഇടവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു. ഏകദേശം 20 വയസ്സിൽ തന്നെ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്ത ആളാണ് ഈ ഒരു ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ആള്. അങ്ങനെ ഇരിക്കെ ആൾക്കൊരു ആക്സിഡന്റ് പറ്റി. ഈ ആക്സിഡന്റിൽ കൈകളും കാലുകളും ഒക്കെ കാലുകൾ തളർന്നു പോയി എന്നും ശ്വാസകോശത്തിന് വരെ ക്ഷതം സംഭവിച്ചു എന്നും എല്ലാവരും ആകാംക്ഷയോടുകൂടി കൂട്ടവും കുടുംബവും എല്ലാം ഡോക്ടേഴ്സും ഒക്കെ ഇനിയൊരു തിരിച്ചുവരവ് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞ സമയത്ത് ഹാൽ എൽറോഡ് തളരുകയാണ്. വളരെ തളർന്നു പോവുകയാണ് ആള്. എന്ത് ചെയ്യും? മാനസികമായിട്ട് ആള് തളർന്നു കഴിഞ്ഞു. ഇങ്ങനെ മാനസികമായിട്ട് തളർന്ന ഹാൽ എൽറോഡിന് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മെന്റർ ഉണ്ടാവും. ഒരു മെന്റർ അത്യാവശ്യമാണ്. നമുക്കൊരു മെന്റർ ഉണ്ടാവും. നമ്മുടെ മെന്റർ സെബാസ്റ്റ്യൻ സാറാണ്, സേവ്യർ സാറുണ്ട്, റാഫി സാറുണ്ട്. ഇവരൊക്കെ നമ്മളെ ഈ ബയോട്ടോറിയത്തിലെ മെന്റർമാർ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ, അത് എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന മെന്റർമാരാണ്. ഇതുപോലെ ഹാൽ എൽറോഡിനും ഒരു മെന്റർ ഉണ്ടായിരുന്നു. ആ മെന്റർ പറയാറുള്ള ഒരു വിഷയമുണ്ട് ഹാൽ എൽറോഡിനോട്. ഇതിനു മുമ്പ് തന്നെ പറയാറുള്ള ഒരു വിഷയമാണ് അത്ര. ഏതൊരു വിഷയം വന്നാലും, ഏതൊരു തളർച്ച വന്നാലും, കഠിനമായിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, ആവലാതിപ്പെടേണ്ടത് വെറും 5 മിനിറ്റ് മാത്രമാണ്. ഒരു പോയിന്റ് ആണത്. ഹാൽ പറയുന്നത് ഒരു 5 മിനിറ്റ് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാനും വിഷമിക്കാനും പാടുള്ളൂ എന്ന് എൻ്റെ മെന്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറും 5 മിനിറ്റ് മാത്രമാണ് ഡോക്ടറുടെ ഇനി നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ഒരു വിഷയം മനസ്സിലിട്ട് താലോലിച്ചുള്ളൂ. നമ്മളൊക്കെ എന്തായിരിക്കും അവസ്ഥ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആകെ തളർന്നു പോകും. ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ആ തളർച്ച. എന്നാൽ ഏതൊരു തളർച്ചയാണെങ്കിലും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കാനുള്ളതാ. ഫാമിലി ബോണസ് കിട്ടിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ട് ആളിത് കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും വരുന്ന തോട്ട്സുകള്, നെഗറ്റീവ് തോട്ട്സുകള്, ഇതൊക്കെ ദിവസങ്ങളോളം നിലനിൽക്കാം അല്ലെ? ചില മാസങ്ങളിൽ ചിലപ്പം ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു തോട്ട്സ് നമ്മളെ വീണ്ടും നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഹാൽ എൽറോഡ് പറയുന്നത് തന്നെ ഈ ഒരു വിഷയം 5 മിനിറ്റിൽ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഹാലിനുണ്ടായ ഈ ഒരു സംഭവം ഇതേപോലെ ചെയ്തു. വെറും 5 മിനിറ്റേ ഉള്ളൂ അത് ചിന്തിച്ചുള്ളൂ. ഇതുകൊണ്ട് തന്നെ ഏകദേശം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു എനർജി, കാരണം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യുന്ന
ചെയ്യുന്ന, വളരെ ഉന്മേഷവാനായിട്ട് ഇത്രയും അത്യന്തം സന്തോഷത്തോടെ ചെയ്യുന്ന ലോകത്തിൽ ഒരാളെ ഉണ്ടാകുള്ളൂ, അത് ഞാനായിരിക്കുമെന്നാണ് ഹാൽ എൽറോഡ് ചിന്തിച്ചതും പറഞ്ഞതും പ്രവർത്തിച്ചതും. വീൽ ചെയറിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, എന്നാൽ വീൽ ചെയറിൽ ജോലി ചെയ്തുകൊണ്ട് ആത്മസംതൃപ്തിയോടെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹാലായിരിക്കുമെന്നാണ് ഹാലിന്റെ ബുക്കിൽ തന്നെ ഹാല് പറയുന്നത്. അങ്ങനെ കൂട്ടുകാര് അങ്ങനെ പറയുന്നുണ്ട്. ആ ബുക്കിൽ പറയുന്നത് 2007 ഒരു സാമ്പത്തിക മാന്ദ്യം, ലോക വ്യാപകമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യത്തില് ആള് ഒന്നുകൂടി തളർന്നു പോയി എന്ന് പറയുന്നുണ്ട്. വീണ്ടും അതിൽ നിന്ന് പുനർജനിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ആള് ചില കൂട്ടുകാര്, ചില മെന്റർമാര് ആളെ വീണ്ടും മോട്ടിവേഷൻ ചെയ്യുന്ന കൂട്ടത്തില് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യാനും, അതായത് തന്നിലേക്ക് തന്നെ തന്റെ ഫീലിംഗ് അറിയാനുള്ള ഒരു മാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്റെ മെന്റർ പറഞ്ഞു, എന്ത്, നിങ്ങൾ കുറച്ച് വായിക്കുക, കാലത്ത് കുറച്ച് വായിക്കുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോ ഹാല് ചിന്തിച്ചു, അങ്ങനെയൊക്കെ നടക്കുമോ? കാരണം ഞാനും ഈ എന്റെ ബിസിനസിന്റെ തളർച്ചയും അതുപോലെ തന്നെ ഈ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. കാരണം ഇയാളുടെ ബിസിനസ് തളർച്ചയാണ്, സാമ്പത്തിക മാന്ദ്യം വന്നു, അതിൽ തളർന്നു പോയി. ഈ സമയത്ത് നമ്മളിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്യുക ഈ സംസാരങ്ങൾ കേട്ടോ. അതായത് നമുക്ക് ഒരു മാസം ഒന്നുമില്ല, ഒരു വരുമാനമില്ല, ഒന്നും നമുക്ക് നേടിയെടുക്കാനും കഴിയുന്നില്ല, ടീം ഒന്നും സെറ്റാവുന്നില്ല. ഈ സംഭവവും ഞാൻ നിങ്ങളോട് പറയാണ്, രാവിലെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് സൈലൻസ് ആയിരിക്കുക, ആത്മനിർവൃതിയോടുകൂടി ഇരിക്കുക, കുറച്ച് നല്ല കാര്യങ്ങൾ വായിക്കുക, നമ്മളെ മെന്റർമാരോട് ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഹാലും ചിന്തിച്ചത് തന്നെയാ, ഹാൽ എൽറോഡും ചിന്തിച്ചത് തന്നെയാണ്. എന്നാലും ഒന്ന് നോക്കിക്കളയാം, ഈ മെന്റർമാർ പറഞ്ഞതൊന്ന് നോക്കിക്കളയാം എന്ന രീതിയിൽ ആള് ഒരു ദിനചര്യയായിട്ട് 7 കാര്യങ്ങൾ ആള് നിത്യസംഭവമാക്കി ജീവിതത്തിൽ. അതാണ് ലോക പ്രശസ്ത സേവേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ്. സേവേഴ്സ് പലരും കേട്ടിട്ടുണ്ടാവും, പല രീതിയിലും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. സേവേഴ്സ് എന്നാണ് അതിന്റെ പേര്. ഞാൻ ഈ പറഞ്ഞ ആമുഖം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹാൽ എൽറോഡ് എന്ന വ്യക്തി സേവേഴ്സ് എന്ന ഒരു വേർഡിൽ എല്ലാവർക്കും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് തന്നെ അവിടുത്തെ ദ മിറാക്കിൾ മോർണിംഗ് എന്ന ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചതാണ് ഈ ഒരു സംഭവം. സേവേഴ്സ് എന്നാണ് അതിന്റെ പേര്. എന്താണ് സേവേഴ്സ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ സേവേഴ്സ്, അതായത് എസ്സിന് ഒരു അർത്ഥമുണ്ട്, എക്കൊരർത്ഥമുണ്ട്, ഐക്കൊരർത്ഥമുണ്ട്, എല്ലിനൊരു അർത്ഥമുണ്ട്, അതുപോലെ തന്നെ എന്നിന് ഐക്ക് ഒരു അർത്ഥമുണ്ട്, എന്നിന് അർത്ഥമുണ്ട്, സിക്ക് അർത്ഥമുണ്ട്, ഈക്ക് അർത്ഥമുണ്ട്. ഇങ്ങനെ 7 വേർഡുകളാണ് അവിടെ നിന്ന് പറഞ്ഞത്, സേവേഴ്സ്. ഓക്കെ, ഈ സേവേഴ്സ് നമ്മൾ പിന്തുടരേണ്ടതുണ്ടോ, അതല്ല എനിക്കൊന്നും അത് ആവശ്യമില്ല എന്ന തോന്നലാണോ നമുക്കുള്ളത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്നൊരു ടെസ്റ്റ് നടത്തി നോക്കാം. ഇതൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒന്നല്ല, കൂടുതൽ മെന്റർമാർ പറയുന്ന ഒരു ടെസ്റ്റാണ്. ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ ഞാനൊരു 6 ചോദ്യം ചോദിക്കാം. അതിന് നിങ്ങൾ യെസ് നോ എന്ന് മാത്രം എഴുതുക, കൂടുതൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ, എഴുതാൻ പറ്റാത്ത ആളുകൾ ഒന്ന് മനസ്സിൽ കരുതി വെച്ചാലും മതി. പക്ഷെ 6 ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് അത് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് ഈ 6 കാര്യങ്ങൾ, എന്താണ് ഈ 6 ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. പുതിയ വെല്ലുവിളികളെ നേരിടുമ്പോൾ അതൊരു പഠിക്കാനുള്ള അവസരമാണ് എന്ന് തോന്നുന്നുണ്ടോ? പുതിയ വെല്ലുവിളികൾ, അതായത് ഇപ്പോ ഈ ബയോട്ടോറിയത്തിൽ തന്നെ കുറെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ബയോട്ടോറിയത്തിൽ കുറെ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഞങ്ങളൊരു മാഗ്നറ്റ് പ്രൊഡക്റ്റ് അല്ലേ ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്താണ് കാര്യം, ഇത് മറ്റതൊക്കെ വന്നുകൊണ്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഇതിലുള്ള കാര്യം എന്നാണോ ചിന്തിച്ചത്? അതല്ല, അതിനൊക്കെ നേരിടാനും അത് കുറെ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്നാണോ വിചാരിച്ചത്? അതോ അതിൽ നെഗറ്റീവ് തോട്ട്സുകളാണോ വന്നത്? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ.
ഞാനിത് മിറാക്കിൾ മോർണിംഗിലുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് ഈ ബയോട്ടോറിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷെ ആ ബുക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ കിട്ടുന്ന സമയത്ത് ഒരു പക്ഷെ ഇതിൽ കാണാനല്ലോ ഈ ബയോട്ടോറിയം എന്നോട് പറയരുത്. ഓക്കെ, രണ്ടാമത്തത്, ഒരു വിഷയം നടക്കുമ്പോൾ നമ്മളെ ടീമിലാവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലാവാം, അല്ലെങ്കിൽ പല രീതിയിലാവാം. ഏതായാലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിലെ ആ പ്രശ്നങ്ങളാണോ നല്ല വശങ്ങളാണോ കാണുന്നത്? ഒരു ഉദാഹരണം പറയാം, എഴുതാൻ വരട്ടെ. നമ്മുടെ ലീഡർ നമ്മളെ അവോയ്ഡ് ചെയ്തു ഏതെങ്കിലും വിഷയത്തിൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറ, ഒരു ഹോം മീറ്റിങ്ങിന് പോയപ്പോ നമ്മൾ ഹോം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളോട് നേരത്തെ പറയാതെ നിങ്ങളാണ് പ്രസന്റേഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കിണറ്റിക്ക് തള്ളിയിടില്ലേ നമ്മളെ? കിണറ്റിക്കാണ്ട് തള്ളിയിടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? അതൊരു പ്രശ്നമായിട്ടാണോ, അതല്ല അത് എനിക്ക് വേണ്ടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നിങ്ങൾക്ക് തോന്നാറുള്ളത്? യെസ് ഓർ നോ? യെസ് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നോ എഴുതാം. മനസ്സിൽ ആരും കാണിച്ചു കൊടുക്കണ്ടല്ലോ, അതോ നിങ്ങൾ തന്നെ മനസ്സിൽ കുറിച്ചു വെച്ചാൽ മതി. മൂന്നാമത്തത്, കഠിനമായിട്ടുള്ള പാനിക് സിറ്റുവേഷൻ ഒക്കെ നമ്മൾക്ക് ഇതിൽ വരാം. പല പ്രയാസങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ വരാം. അങ്ങനെ ഉണ്ടാകുന്ന ഭയവും ഓവർ തിങ്കിങ്ങിനെയും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ, അതോ മനസ്സിലിട്ട് താലോലിക്കാറാണോ ചെയ്യുന്നത്? പെട്ടെന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ ഈ തിങ്കിങ്ങുകളൊക്കെ? മൂന്നാമത്തെ ചോദ്യം, കഠിനമായിട്ടുള്ള ചില പാനിക് സിറ്റുവേഷനുകളിൽ നമുക്ക് വരുന്ന ഭയവും ഓവർ തിങ്കിങ്ങും ഒഴിവാക്കാൻ നാം ശ്രമിക്കാറുണ്ടോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. യെസ് അല്ലെങ്കിൽ നോ? ഓക്കെ. നാലാമത്തത്, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ടോ? സന്തോഷിച്ചാൽ മാത്രം പോരാ, ആർക്കെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഫാമിലി ബോണസ് അടിച്ചു, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് നല്ല മുന്നേറ്റമുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ഗ്രൂപ്പിലൊക്കെ കാണാം, അവർ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് കുറ്റാണോ തോന്നാറ്? അതോ അവരെ അഭിനന്ദിക്കാറുണ്ടോ, അവരെ അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ടോ? അവര് സന്തോഷം മാത്രം പോരട്ടോ, അപ്രിഷിയേറ്റും കൂടി ചെയ്യണം. അവരെ അഭിനന്ദിക്കാറും കൂടി ഉണ്ടോ? ഇല്ലെങ്കിൽ നോ എന്ന് തന്നെ എഴുതുക. കാരണം നമുക്കറിയാം, ഈ വിഷയത്തിൽ എല്ലാവർക്കും അറിയാം, കാരണം ആരൊക്കെ അതിലൊരു തമ്പ് അതിന്റെ അടിയിൽ ഇടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അല്ലേ? യെസ് ഓർ നോ? ഓക്കെ, നാലാമത്തെ കഴിഞ്ഞു. അഞ്ചാമത്തത്, നമ്മൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടോ നമുക്കൊരു വിലയും നിലയൊക്കെ തരുന്നതായിട്ട് തോന്നാറുണ്ടോ? നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്കൊരു വിലയും നിലയും ഒക്കെ തരാറുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ. ആറാമത്തത്, ഒരു മിസ്റ്റേക്ക് വരുമ്പോ എല്ലാവരും എന്തല്ല അഗ്രഗണ്യന്മാരെന്നല്ല, മിസ്റ്റേക്ക് വരാം, അതാർക്കും വരാം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ അതൊരെനിക്കൊരു പാഠമാണ്, അതുകൊണ്ട് അത് തിരുത്തിയാൽ എൻ്റെ ഭാവിയിൽ മുന്നേറ്റം ഉണ്ടാകും എന്നാണോ തോന്നാറുള്ളത്? അതോ അത് തിരുത്തുന്നവരെ കുറ്റം പറയാനാണോ ചെയ്യാറ്? യെസ് ഓർ നോ? അതുപോലെ തന്നെ ഇതില് ഏഴാമത്തത് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഏഴാമത്തെ ചോദ്യം കൂടി പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് സ്വയം വിമർശനം ഉണ്ടോ? നമുക്ക് എന്തൊരു പ്രശ്നം വരുന്നത് സ്വയം വിമർശിക്കും, നമുക്ക് ആരും തല്ലാൻ പറ്റൂലല്ലോ. അപ്പൊ സ്വയം വിമർശിക്കുന്നവരുടെ ഇന്നെ കിണറ്റിൽ കൊണ്ടുപോയിട്ടാൽ മതിയായിരുന്നു, ഇന്നൊക്കെ കിണറ്റിലാണ് കൊണ്ടുപോയിടേണ്ടത്, എന്റെ തെറ്റാണത്, എന്റെ അബദ്ധമാണത്, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ? യെസ് ഓർ നോ? എന്റെ തെറ്റ്, അത് എന്റെ അബദ്ധം എന്നിങ്ങനെ പറയാറുണ്ടോ? യെസ് ഓർ നോ? ചോദ്യം വ്യക്തമാണെങ്കിൽ ഞാൻ അതിന്റെ ഒരു റിസൾട്ട് പറയാം. കൂടുതൽ യെസ് ആണെങ്കിൽ, കൂടുതൽ അതിൽ യെസ് ആണെങ്കിൽ, നോ ഉണ്ട്, അതിൽ കൂടുതലും യെസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ശരിയാവാനുണ്ട് എന്നതാണ് അർത്ഥം. കുറച്ചും കൂടി ശരിയാവാനുണ്ട്, വിജയിക്കണമെങ്കിൽ കുറച്ചുകൂടി പ്രയാസം വലിയ ശരിയാവും എന്നതാണ് അതിന്റെ കണക്ക്.
കൂടുതലും നോ അല്ലെങ്കിൽ കൂടുതലും നോ ആണെങ്കിൽ ഒരുപാട് പണിപ്പെടേണ്ടതുണ്ട്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ തുടക്കക്കാര് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയാണെങ്കിൽ ബോധപൂർവം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആരും നമുക്കിത് കൊടുന്നേരില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ നമുക്ക് ആരും കൊണ്ടുവരുന്നില്ല, നമ്മൾ തന്നെ അതിനെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഹാൽ എൽറോഡ് പറഞ്ഞത് സ്വർണത്തിനേക്കാൾ വിലയുള്ള ഒന്നാണ് സേവേഴ്സ് എന്ന്. സ്വർണത്തിനേക്കാൾ വിലയുണ്ട്, അതല്ലെങ്കിൽ വജ്രം, അതല്ലെങ്കിൽ പിന്നെ അന്നും മൂല്യമുള്ള, ഏറ്റവും മൂല്യമുള്ളത് ഇപ്പൊ നമ്മൾ പറയും നിധി കിട്ടുക. നിധി കിട്ടുമ്പോ എല്ലാവർക്കും സന്തോഷമല്ലേ? നിധിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. ഒരു കുടുക്കയില് നിറച്ച് സ്വർണം ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ എന്തായിപ്പോ സ്ഥിതി? എന്നാൽ അതിനേക്കാൾ മൂല്യമുണ്ടത്രേ സേവേഴ്സിന് എന്നാണ് ചിന്തകന്മാര് പറയുന്നത്. ഓക്കെ, ഈ സേവേഴ്സ് കീപ്പ് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം തന്നെ മാറുമെന്നാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും, എല്ലാ വിഷയത്തിലും മാറിക്കൊണ്ടിരിക്കും. വീട്ടിലെ മേശകളൊക്കെ നോക്കിയാൽ അവരുടെ സ്വഭാവം അറിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവ രീതി തിരിച്ചറിയാൻ പറ്റും, ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാ. ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഓഫീസിലെ മേശ നോക്കിയാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ മുമ്പ് തന്നെ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഒരുപാട് ആളുകളുടെ വീടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ പെരുമാറ്റം, അവരുടെ കൾച്ചർ നോക്കുമ്പോൾ തന്നെ അവർ എത്രത്തോളം വിജയ സാധ്യത അവർക്കുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായാലും സേവേഴ്സിന്റെ ഒന്നാമത്തെ ആ ഒരു സെന്റൻസ് യെസ് ആണ്. യെസ് കൊണ്ട് ഹാൽ എൽറോഡ് എന്താണ് ഉദ്ദേശിച്ചത്? യെസ് എന്ന് പറഞ്ഞാൽ സൈലൻസ്. വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, കുറിച്ച് വെച്ചോളൂ, കഴിയുന്നവർ കുറിച്ച് വെച്ചോളൂ, സൈലൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സൈലൻസ്. അതിന്റെ അർത്ഥം ഉണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ആവശ്യമില്ലാത്ത അവസ്ഥകളിൽ ഒരു കാര്യമില്ലാതെ സംസാരിക്കുക, ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ നിർത്തണം എന്നതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന സൈലൻസിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ, നിശബ്ദത എന്നതാണ് അതിന്റെ മലയാളം. രാവിലെ എണീറ്റ ഉടനെ, ഞാൻ ഈ പറയുന്നതും ഫാമിലി ബോണസും അവയർനെസ്സും പെർഫോമൻസും ഒക്കെ എന്താ ബന്ധം എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഹാൽ എൽറോഡ് ഇങ്ങനെ തന്നെ ചിന്തിച്ചത്. ഇതും അതുമായിട്ട് എന്റെ ബിസിനസ്സും ഈ ഇങ്ങനെ സേവേഴ്സും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് ചോദിച്ചു. പക്ഷെ ആ ചിന്തകന്മാര് മനസ്സിലാക്കി അതിലൂടെ അതിലേക്ക് എത്താം എന്നത് മനസ്സിലാക്കിയിട്ടാണ് അവർ പ്രാക്ടിക്കലായിട്ട് ഇത് കൊണ്ടുപോയത്. അപ്പോ മുൻ ചിന്തകളോ മുൻ വിധികളോ ഇല്ലാതെ നിങ്ങൾ ഈ സേവേഴ്സിനെ കുറിച്ചൊന്ന് കേൾക്കുക, എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, യെസ് എന്ന് പറഞ്ഞാൽ സൈലൻസ്, നിശബ്ദത. ഈ നിശബ്ദത എപ്പോഴാണ് തുടങ്ങേണ്ടത്? ഒരു മനുഷ്യന്റെ എണീറ്റ ഉടനെ തുടങ്ങണം. പക്ഷെ എണീറ്റ ഉടനെ വാട്സപ്പ് ആണോ ഫേസ്ബുക്ക് ആണോ നമ്മൾ എടുക്കുന്നത്? ഈ നിശബ്ദത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് നിങ്ങൾക്കറിയോ? ശരിക്ക് ദ മിറാക്കിൾ മോർണിംഗിലും അതുപോലെ തന്നെ മറ്റു ബുക്കിലൊക്കെ പറയുന്നുണ്ട്, ചിന്തകന്മാര് പറയുന്നത് ഈ നിശബ്ദത എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ശാന്തിയാണ്. മനസ്സിന് ശാന്തി കൊടുക്കുക, മനസ്സിന്റെ ഉള്ളിൽ. കാരണം ചിന്തകളാണ് സംസാരങ്ങൾ, അല്ലെ? ചിന്തകളാണ് സംസാരങ്ങൾ. ചിന്തകളില്ലെങ്കിൽ സംസാരങ്ങളില്ല. ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ മനസ്സാണ് ആദ്യം ഏതൊരു കാര്യവും സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ അതിന് ആദ്യം സംസാരിച്ചത് എന്റെ മനസ്സാണ്. അതാണ് എന്റെ നാവിലൂടെ പുറത്തേക്ക് പിന്നെ സംസാരമായിട്ട് വന്നത്. അപ്പൊ എന്റെ ചിന്തകൾക്കാണ് കടിഞ്ഞാണിടേണ്ടത്. ഓക്കെ അല്ലേ? എന്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുമ്പോ ഞാൻ സൈലൻസ് ആവും. അവിടെ കറക്റ്റായിട്ട് സൈലന്റ് ആവും ഞാൻ. കാരണം എന്താ? എന്റെ ചിന്തകൾക്ക് ഞാൻ കടിഞ്ഞാണിടണം. അപ്പൊ ശരിക്കും സൈലൻസ് എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് മലയാളത്തിൽ നമുക്ക് അതിന് അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ശാന്തി രൂപം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം? ഒന്നാമത്തത് വളരെ ചുരുക്കി പറയാം, കാരണം ഇതിങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ 7 ദിവസം കൂടി വേണം. 7 ദിവസം ഫുൾ ടൈം വേണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലും ഒരു സൈലന്റിനെ കുറിച്ച്, അതിന്റെ തിയറിയെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അപ്പൊ വളരെ ചുരുക്കി പറയാണ്, പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. സൈലന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിശബ്ദതയാണ് സൂചിപ്പിക്കുന്നത്. രാവിലെ എണീറ്റാൽ തന്നെ അത് തുടങ്ങണം. ഫേസ്ബുക്കും അല്ലെങ്കിൽ വാട്സപ്പും, ഇതെന്താ ഇപ്പോഴത്തെ ആളുകൾ ബാത്റൂമിലേക്കാണ് ഈ സാധനം കൊണ്ടുപോകണം തന്നെ. ഫോണ് നീറ്റ ഉടനെ തന്നെ ആദ്യം പോകുന്നത്
ഫോണ് തുറക്കുന്നു, വാട്സപ്പ് കാണുന്നു, അത് കഴിഞ്ഞിട്ട് പത്രം കിട്ടണം. പത്രത്തിൽ ആദ്യം നോക്കുന്നത് ചരമകോളാണ്, അപകടങ്ങളും ചരമകോളങ്ങളും. ഞാനിത് പത്രം നോക്കണ്ടെന്ന് പറയുന്നില്ല. എൻ്റെ ഒരു മെന്റർ ഉണ്ടായിരുന്നു. എനിക്ക് PhD എടുക്കാനും ഇതിനൊക്കെ എൻ്റെ കൂടെ എനിക്ക് നിന്ന് സഹായകമായിട്ടുള്ള എൻ്റെ മോട്ടിവേറ്റർ ആയിട്ടുള്ള സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും പത്രം നോക്കരുത് രാവിലെ. ഞാൻ നോക്കാറില്ല, വെറുതെ പറയില്ല കേട്ടോ, ഞാൻ നോക്കാറില്ല. നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ നോക്കാറുള്ളൂ. കാരണം എന്താ അറിയോ, ഈ ചരമകോളം നോക്കി ഈ മരിച്ച ആൾക്കാര്, അതിന്റെ അപ്പുറത്തുള്ള അപകടങ്ങള്, ഇതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. അതല്ലെങ്കിൽ പത്രത്തിൽ ആദ്യം തന്നെ തല്ലും പിടിയും സമരം, പിന്നെ കൊന്തം കുടച്ചക്രം ഒക്കെ ഉണ്ടാവാം. ഇതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ നമ്മുടെ തോട്ട്സുകള് വ്യത്യാസം വരും. അവിടെ സൈലന്റ് എന്നുള്ള ആ ഒരു തിയറി നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ വിജയ സാധ്യതയുള്ള, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇതൊരു ആത്മീയത അല്ല കേട്ടോ. ഹാലൽ റോഡ് അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതൊരു ആത്മീയതയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. അല്ല, ഇതൊരു ആത്മീയത ഇല്ല. കാരണം കലർപ്പില്ലാതെ ചിന്തിക്കാനും ഒരു പോയിന്റ് ആണ്. ദ മിറാക്കിൾ മോർണിംഗ് എന്ന കൃതിയിലെ ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. കലർപ്പില്ലാതെ ചിന്തിക്കാനും കലർപ്പില്ലാതെ തീരുമാനമെടുക്കാനുമുള്ള ചങ്കൂറ്റം വരുമെന്നാ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. കലർപ്പില്ലാതെ ചിന്തിക്കാനും കലർപ്പില്ലാതെ തീരുമാനങ്ങൾ എടുക്കുക, അതല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ല തോന്നിയ പോലെ ഒരു ലീഡർ തീരുമാനം എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? കലർപ്പില്ലാതെ തീരുമാനമെടുക്കാൻ, അത് കുടുംബത്തിലാവട്ടെ ബിസിനസ്സിലാവട്ടെ ഒക്കെ തീരുമാനമെടുക്കാൻ ഈ രാവിലെ എണീറ്റിട്ടുള്ള ആദ്യ പ്രവൃത്തി ഒരിക്കലും തന്നെ ഡിസോർഡർ ആവരുത്, നെഗറ്റീവ് തോട്ട്സുകളാവരുത്. നല്ലത് തന്നെ ആവാം, ചരമകോളം വായിക്കണം, അതൊന്നും വായിക്കണ്ട എന്നൊന്നും ഞാൻ ഇതിന് പറഞ്ഞതിന് അർത്ഥമില്ല. അപ്പൊ കുറച്ച് കഴിയട്ടെ, ദേശം നേരം കൂടി കഴിഞ്ഞിട്ട് ആവാം. ഓക്കെ. പിന്നെ മാത്രല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്തോ നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടില് നമ്മളെ വീട്ടില് രാവിലെ മുതൽ വീട്ടില് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല പണി എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അടുക്കള പണി, ഇതിന്റെ ഇടയിൽ നമ്മൾ വാതിലടച്ചിരിക്കുകയാണ്. പുറത്ത് കോളിംഗ് ബെല്ല് ശബ്ദിച്ചു, ഒരാള് വന്നു, ഒരു കുടുംബമാണ്. ജനൽ കൂടെ നോക്കിയപ്പോൾ അപരിചിതരാണ്, എന്നോ കാലം മുമ്പ് കണ്ടതാണ്, വലിയ ബന്ധമില്ല. അവര് നമ്മളെ വീട്ടിലേക്ക് കയറി വരികയാണ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? പോയിന്റാണ്, നിങ്ങൾ അടുക്കളയിലാണ്, നിങ്ങളുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ അപരിചിതർ വന്നത്. ജനലിൽ കൂടെ നോക്കിയപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? വാതില് തുറക്കുമോ? തുറക്കൂല. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ആദ്യം പോകും കണ്ണാടിയുടെ മുമ്പക്ക്. ഡ്രസ്സ് മാറ്റാൻ പറ്റിയില്ലെങ്കിലും ആദ്യം പോകും കണ്ണാടിയുടെ മുമ്പക്ക്. ആദ്യം പോയി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒന്ന് മുഖമൊക്കെ ഒന്ന് തുടക്കും. ആദ്യം നമ്മൾ പോകുന്നത് ഒരു ഫിസിക്കൽ ഒരുങ്ങലാണ് നമ്മളവിടെ ചെയ്യുന്നത്. ശരിയല്ലേ? അതൊരു ഫിസിക്കൽ ഒരുങ്ങലാണ്. കാരണം നമുക്കറിയാം, എന്നെ ഫേസ് ചെയ്യുന്ന ആളുകള് ഈ എന്നെ നെഗറ്റീവായി കരുതരുത് എന്നതല്ലേ അതിന്റെ പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മെന്റലി, ഇതിപ്പോ ഫിസിക്കലി ആണ് നിങ്ങൾ ഒരുങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് മെന്റലി ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് വിജയത്തിന്റെ പ്രാധാന്യം. അതിന് വേണ്ടത്, ഞാൻ വേഗം പറഞ്ഞു പോകാം, നമുക്ക് വേണ്ടത് നമ്മളെ ഫീലിങ്ങുകളെ മനസ്സിലാക്കണമെന്ന്. മെന്റലി നമ്മൾ ഒരുങ്ങണമെങ്കിൽ നമ്മളെ ഫീലിങ്ങുകളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഫീലിങ്സുകളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഫീലിങ്സുകളെ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും മൂല്യമുള്ള ഒരു വഴി സൈലൻസ്. ഒരു കടുവ ഒരു എരനെ പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഓടി വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് സൈലൻസ്. ഒരു പൂച്ചയാണെങ്കിലും സിംഹമാണെങ്കിലും ഒക്കെ ഒരു സൈലൻസ്. ഇത് അതൊന്നല്ല, നമ്മൾ ഓടി പോയിട്ട് ഒരു കസ്റ്റമർ മേലോട്ട് വീഴുകയാണ്. നമ്മൾ ചെയ്യുന്ന പരിപാടി അതാണ്. സൈലൻസ് ഇല്ല, അത് പ്രാക്ടീസ് ആക്കണം എന്നർത്ഥം. അത് നമ്മളൊരു ആത്മശാന്തിയാണ്. ഇപ്പൊ ഒന്നുകൂടി നോക്കി, ഇതൊക്കെ പുരാണ കഥകളിലും ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ വലിയ വലിയ
മഹർഷിമാരാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ ആവട്ടെ, തപസ്സിരിക്കുക എന്നുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തപസ്സിരിക്കുക, മിണ്ടാതെ ഉരിയാടാതെ ഭക്ഷണം കഴിക്കാതെ. വാൽമീകി മഹർഷി അങ്ങനെയല്ലേ ചെയ്തത്? രാമായണം രചിക്കുന്നതിന്റെ മുന്നേ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? മരാം ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ ആരാണ് വാൽമീകി മഹർഷിക്ക് ഈ രാമായണം മഹാഭാരതം പറഞ്ഞു കൊടുത്തത്? യൂണിവേഴ്സൽ, ദ യൂണിവേഴ്സൽ മിറാക്കിൾ, ശരിയല്ലേ? എന്നതുപോലെ നമ്മൾ സൈലൻസിലേക്ക് വരണം, നമ്മൾ സൈലന്റ് ആവണം നമ്മൾ. എന്നാൽ നമുക്ക് ഒരുപാട് നേടാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് ചില ചിന്തകന്മാര് ആഴ്ചയിൽ ഒരിക്കൽ മൗനവ്രതം, ഒരു ദിവസം മുഴുവനും സംസാരിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. സംസാരിക്കാതിരുന്ന പോലെ ശാന്തി ഉണ്ടാവണം കേട്ടോ, ശാന്തിയോട് കൂടി ഇരിക്കണം. മാസത്തിലൊരിക്കൽ, വർഷത്തിൽ ഒരു മാസം. പക്ഷെ അതൊന്നും നമ്മൾക്ക് അത് പോസിബിൾ അല്ല അങ്ങനെ ചെയ്യല്. എന്നാൽ അയാളോട് പറയുന്നതിന് നിങ്ങൾ ദിവസവും ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ് നിങ്ങൾ നിങ്ങളെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് മനസ്സിന്റെ ഹെൽത്ത് കൊണ്ടുവരും, നമ്മളുടെ ആരോഗ്യത്തിന് അത് കൊണ്ടുവരും. അങ്ങനെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ പറ്റും. ചിന്തകൾക്ക് കടിഞ്ഞാണിടുമ്പോൾ ശാന്തി വരും. ശാന്തി വരുമ്പോ എല്ലാം നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. ഓക്കെ, ഇതാണ് ഇതിന്റെ തിയറി. അപ്പോ ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഓക്കെ, ഈ 60 സെക്കൻഡിൽ 60 ചിന്തകളാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ, അലൽറോഡ് പറയുന്നതന്നെ 60 ചിന്തകളാണ് 60 സെക്കൻഡിൽ നിങ്ങൾക്ക് വന്നതെങ്കിൽ നിങ്ങൾ അൺഹെൽത്തി ആണ്. അപ്പൊ അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ 60 സെക്കൻഡിൽ 30 ചിന്തകളാണ് വന്നതെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണ്. ഒരു 50% നിങ്ങൾ ഹെൽത്തിയാണ്. ഒരു 10%, ഒരു മിനിറ്റിൽ 10 ചിന്തകളെ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യമാണ്, നിങ്ങൾ വിജയ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. വളരെ വിശദമാക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ മനസ്സിനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നിങ്ങൾ ചിന്തകളെ കുറക്കുക. ചിന്തകൾ ഒരു മനുഷ്യനും കുറയുന്നില്ല, അല്ലെ? ശരിയാണത്. ചിന്തകൾ എങ്ങനെ കുറയാൻ പറ്റും? ഒരു പഴയ കഥകളൊക്കെ ഉണ്ട്. കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു. ആകെ ആളെ ഏത് സമയം കുരങ്ങനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. പിന്നെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതേ മനുഷ്യൻ ചിന്തിക്കും. ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ ശാന്തിയോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റുള്ള വിഷയങ്ങളും കൂടി പറയാനുള്ളത് കൊണ്ട് ഞാൻ സൈലന്റ് എന്ന ആ ഒരു വിഷയത്തെ കുറിച്ച്, സേവേഴ്സിലെ ഫസ്റ്റ് ആയിട്ടുള്ള എസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ മെഡിറ്റേഷൻ ഇതിൽ പെട്ടതാണ്. മെഡിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലാന്നുള്ളൂ. മെഡിറ്റേഷനും ഇങ്ങനെ തന്നെയാണ്. മെഡിറ്റേഷൻ ഇതിലൂടെ കിട്ടുന്ന ഒരു പവറും മെഡിറ്റേഷനിലൂടെ കിട്ടുന്നതും ഈ സൈലൻസ് എന്നുള്ള ആ ഒരു തിയറിയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ സേവേഴ്സിന്റെ ഫസ്റ്റ് എസ് ആണ്. ആ എസ് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ദിനചര്യകളിൽ നിന്ന് ദ മിറാക്കിൾ മോർണിംഗ്. എസ് എന്ന് പറയുമ്പോ അത് സൈലന്റ് ആവാൻ പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ വിജയ സാധ്യത കൂടുതലാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത് സേവേഴ്സിലെ എ എന്നാണ് വരുന്നത്. അഫർമേഷൻ ആണ്, സ്വയം പ്രസ്താവന. രാവിലെ 1 മണിക്കൂർ മാറ്റി വെക്കേണ്ടി വരും നമ്മൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കേണ്ടി വരും. കാരണം നമ്മള് നേരത്തെ ടെസ്റ്റിൽ തന്നെ നമ്മൾ ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു അഫർമേഷനിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുവരിക. സ്വയം പ്രസ്താവന എന്നാണ് അതിന്റെ മലയാളം. സ്വയം പ്രസ്താവന, അതായത് ഒരു ഉദാഹരണം പറയാം. രാവിലെ എണീറ്റിട്ട് ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. ആദ്യം വന്നു, പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന ഇതിൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്.
ഓരോ വിശ്വാസികളും അതിനനുസരിച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറ്. ചിലർ അതിന്റെ പ്രാർത്ഥനയ്ക്ക് സമയമായിട്ടില്ലെങ്കിൽ അതിന്റെ മുന്നേ ചെയ്യാറുണ്ട്. നോ പ്രോബ്ലം, എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ ഇതിൽ പെടുന്നത് തന്നെയാണ്, പ്രാർത്ഥനയും ഇതിൽ പെടുന്നത് തന്നെയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മൾ കരുതുക, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, എനിക്കൊരുപാട് ടീം ഉള്ളവനാണ്, ടീമിൽ ഒരുപാട് അംഗങ്ങൾ, നല്ല നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഒരുപാട് അംഗങ്ങൾ വരുന്നു. ഇങ്ങനെ ഒരു ലേശം നേരം നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊന്ന് സ്വയം പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും, പ്രതിഫലിക്കും, യാതൊരു സംശയമില്ല. കാരണം അതേ ആ ഒരു പ്രസ്താവനയെ അവിടെ ഫലിക്കുകയുള്ളൂ. എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എനിക്കൊന്നിനും കഴിയില്ല, അവിടെയൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ മതി, ഇവിടെയൊക്കെ അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്ന സംസാരങ്ങളും തോട്ട്സുകളുമാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാലാകാലം വരുള്ളൂ. ഇതുകൊണ്ടാണ് ചിന്തകന്മാര് പറയുന്നത്, എന്റെ കടം മാറ്റി തരണേ, എന്റെ കടം പ്രയാസം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ പ്രയാസവും കടവുമാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് വീണ്ടും. കാരണം ഇമേജ് ആയിട്ട് അവിടെ വന്നത്, പ്രസ്താവനയായിട്ട് അവിടെ വന്നിട്ടുള്ളത് കടവും അതുപോലെ തന്നെ കർമ്മം, ക്രിയ, ഇതെല്ലാം പോസിറ്റീവ് ആവണം. ഇവിടെ എന്റെ കടം മാറ്റണേ എന്ന് പറയുമ്പോ ഇവിടെ കർത്താവ് ആരാണ്? ഞാനാണ്. എന്റെ കർമ്മം എന്നുള്ളത് അവിടെ മാറ്റണേ എന്നുള്ളതാണ്, ക്രിയ മാറ്റണേ എന്നുള്ളതാണ്. കർമ്മം കടമാണ്. ഇവിടെ രണ്ട് നെഗറ്റീവും ഒരു പോസിറ്റീവാണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു നെഗറ്റീവും രണ്ട് പോസിറ്റീവുമാണ്. ഏതൊരു വാക്കിലും എന്റെ കടം മാറ്റണേ ഒന്ന് എഴുതി വെച്ചോളൂ. എന്റെ കടം മാറ്റണേ എന്ന ഒരു വാക്കില് 3 കാര്യങ്ങളാണ് ഉള്ളത്: കർത്താവ്, കർമ്മം, ക്രിയ. ഈ കർത്താവും കർമ്മവും ക്രിയയും 3 പോസിറ്റീവ് ആണോ എന്റെ കടം മാറ്റണേ എന്ന് പറഞ്ഞത്? അല്ല. ഞാൻ എന്നുള്ളത് പോസിറ്റീവാണ്, മാറ്റി തരണേ എന്നുള്ളത് പോസിറ്റീവാണ്, കടം എന്നുള്ളത് നെഗറ്റീവാണ്. അപ്പൊ 2 പോസിറ്റീവിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് വന്നു, അതൊരിക്കലും നടക്കൂല. 3 പോസിറ്റീവ് ആവണം. എനിക്ക് സമ്പത്ത് നൽകണേന്ന് പറഞ്ഞാ പോരെ? അപ്പൊ 3 പോസിറ്റീവ് ആയില്ലേ? അപ്പൊ കർമ്മവും കർത്താവും ക്രിയയും എന്തായി? പോസിറ്റീവായി. ഇതായിരിക്കണം വിജയിക്കുന്നവർ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവും കർമ്മവും ക്രിയയും ഒരുപോലെ ആവണം. ഇതാണ് സ്വയം പ്രസ്താവന. ഇവിടെ കടം എന്നുള്ള വാക്കുകളോ മറ്റോ നമ്മിലേക്ക് കൊണ്ടുവരരുത്. ഓക്കെ, സമയം ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, വേഗം മറ്റുള്ള വിഷയങ്ങൾ കൂടി പറഞ്ഞു വേഗം നിർത്താം. ഓക്കെ, 3-മത്തെ ഒരു വിഷയം വിഷ്വലൈസേഷൻ, മനോചിത്രം. കേട്ടിട്ടുണ്ടാവും. 3-മത്തെ സേവേഴ്സിലെ 3-മത്തെ വാക്ക് ഏതായിരുന്നു? വി അല്ലേ? വി അല്ലേ? വിഷ്വലൈസേഷൻ, മനോചിത്രങ്ങൾ കാണുക. ഒരു കോടിപതിയായിട്ട്, നല്ലൊരു പെർഫോമർ ആയിട്ട്, നല്ലൊരു വീട്ടിലിരിക്കുന്നതായിട്ട്, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതായിട്ട് മനോചിത്രങ്ങൾ കാണുക. ഇതും പ്രഭാതത്തിൽ ചെയ്യണം, ഉച്ചക്കല്ലേട്ടാ. സേവേഴ്സിലെ ദ മിറാക്കിൾ മോർണിംഗില് ഹാൾ എൽറോഡ് പറയുന്നത് തന്നെ ഇതൊക്കെ അതിൽ തന്നെ ബിഫോർ 8 AM. അതോടെ 5 മണിയാവുമ്പോ ഒന്നുകൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഈ മനോചിത്രം എന്നുള്ള, ഇപ്പൊ നമ്മൾ അഫർമേഷൻ എന്ന് പറഞ്ഞു, 2-മത്തെ നമ്മൾ അഫർമേഷൻ എന്ന് പറഞ്ഞു. അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുകയാണെങ്കിൽ ഈ മനോചിത്രം വിഷ്വലൈസേഷൻ എന്നുള്ളത് ഉപബോധ മനസ്സിനെ ഇമേജിലൂടെ പ്രോഗ്രാം ചെയ്യുകയാണ്. ശരിയല്ലേ? ഒന്ന്, നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നു. നമ്മൾ ദിവസവും ഞാൻ ആത്മവിശ്വാസമുള്ളവനാണെന്നും വിജയിയാണെന്നും എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയാണെന്നും. എന്നാൽ ഈ ഒരു മനോചിത്രം വിഷ്വലൈസേഷൻ എന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിനെ ആ ഒരു ഇമേജിലൂടെ, ആ മനോചിത്രത്തിലൂടെ ഒരു പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. ഇതിനെ മാറ്റാൻ ഒരാളെ കൊണ്ടും പറ്റൂല. ഇതിനെ തട്ടിക്കളയാൻ കൂട്ടത്തിനോ കുടുംബത്തിനോ ആര് നമ്മളെ നെഗറ്റീവ് അടിച്ചാലും അതിന് കഴിയില്ല എന്നർത്ഥം. ഓക്കെ, നിരന്തരം, ഒരു ദിവസമല്ല പറയുന്നത്, പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹാൾ എൽറോഡ് വളരെ പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ലോക പ്രശസ്തമായിട്ടുള്ള തോട്ട്സുകളും ലോക പ്രശസ്ത കോട്സുകളുമായിട്ട് ദ മിറാക്കിൾ മോർണിംഗ് മാറിയത്.
ഓക്കെ. നാലാമത്തത് വേഗം പറഞ്ഞു പോകും. കാരണം ഹാലൽ റോഡ് പറഞ്ഞത് ഓരോ വിശ്ലേഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 10 ദിവസം 15 ദിവസം ഒരു വിഷയം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയാനുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കിക്കൊണ്ട് പറയാണ്. നാലാമത്തത് എക്സസൈസ്, വ്യായാമം. ഹാല് പറയുന്നത് ജിമ്മിൽ പോകാനല്ല, അതാദ്യം മനസ്സിലാക്കുക. വ്യായാമം ദിവസവും വേണം. നമ്മളെ ഫിസിക്കൽ വ്യായാമം. കാരണം അത് നമ്മളെ നെർവുകളെ സജീവമാണ്. നമുക്കറിയാം നമ്മളെ സിമ്പറ്റിക് നെർവ് സിസ്റ്റം, ആറ്റോണോമിക് നെർവ് സിസ്റ്റം, അതില് സിമ്പറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ വളണ്ടിയർ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ അനാട്ടമിയിൽ പറയുന്ന ഒരു വിഷയമാണ്. നമ്മൾ കുറെ ബയോളജി ആയിട്ട് അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ വരുന്ന സമയത്ത് വളണ്ടിയർ സിസ്റ്റം, നമ്മുടെ സിമ്പറ്റിക് നെർവ് സിസ്റ്റവും ആറ്റോണോമിക് നെർവ് സിസ്റ്റവും ഒക്കെ 1.5 ലക്ഷത്തോളം വരുന്ന നെർവുകളെ സ്വാധീനിക്കുമ്പോ നമ്മൾ രാവിലെ ഒരു യോഗയോ, അതുകൊണ്ടാണ് യോഗ നമ്മുടെ രാജ്യത്ത് ഇന്ന് കൂടുതൽ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. നമ്മൾ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളെ 1.5 ലക്ഷത്തോളം വരുന്ന നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകും. അങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ വിജയസാധ്യത നമുക്കുണ്ട്. അതിന് എന്റെ മെന്റർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമ്മളെ വിസറൽ ഫാറ്റും അതുപോലെ തന്നെ സബ്ക്യൂട്ടനസ് ഫാറ്റും ഒക്കെ ഇറങ്ങണമെങ്കിൽ ഒരു 8ന്റെ നടത്തം. കാരണം ഇന്നത്തെ കാലത്ത് 8ന്റെ പണിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ട്. അപ്പൊ ഒരു 8ന്റെ നടത്തം നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് 10 കൊല്ലമായിട്ട് 8ന്റെ നടത്തം നടക്കുന്ന ആളാണ്. കാരണം 8ന്റെ പണി ഇതുവരെ കിട്ടിയിട്ടില്ല, എന്റെ കുടുംബത്തിനും കിട്ടിയിട്ടില്ല, മറ്റുള്ള ആർക്കും. ഞാനിത് പറഞ്ഞു കൊടുത്ത 10 കൊല്ലമായി 15 കൊല്ലമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കും ഇന്ന് 8ന്റെ പണി കിട്ടിയിട്ടില്ല. കാരണം എന്റെ ഉമ്മക്ക് 85 വയസ്സായി, ഉമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. ഓരോന്നും ഇപ്പൊ 8ന്റെ പണിയിലല്ല ഉള്ളത്. അപ്പൊ പലപ്പോഴും നമ്മൾ 8ന്റെ പണിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു നെഞ്ചുവേദന, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ, ഇതൊക്കെ 8ന്റെ പണിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു 6 അടി നീളത്തിലും 3 അടി വീതിയിലുമുള്ള ഒരു സ്പേസിൽ 2 സ്റ്റൂളോ 2 ചെയറോ ഇട്ടുകൊണ്ട് ഒന്ന് കിഴക്ക് ഭാഗത്തുനിന്ന്, നമുക്കറിയാം നമ്മള് സാഗർ ജോഷി സാർ പറയുന്നുണ്ട് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം, നമ്മുടെ വടക്ക് ഭാഗത്താണ് നമ്മുടെ മാഗ്നറ്റിക് എനർജി ഉള്ളത്. അതുകൊണ്ട് ഭൂമി തിരിയുന്നത് എങ്ങനെയാ? ഒന്ന് ചെരിഞ്ഞുകൊണ്ടാണ്. തെക്ക് ഭാഗം ഒന്ന് ഉയർന്നിട്ടും വടക്ക് ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു വൈഡായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ വൈഡായിട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ സാധനം തിരിയുന്നത്. ഞാൻ തിരിയുമ്പോ നിങ്ങൾക്ക് വലത്ത് ഭാഗത്ത് തിരിയണമായിട്ട് തോന്നും കേട്ടോ, ഫോട്ടോത്തിൽ കാണുമ്പോ, ക്യാമറ കാണുമ്പോ ഇങ്ങനെ തിരിയണത്. അതായത് കിഴക്ക് ഭാഗത്തേക്കാണ് വടക്കോട്ടുനിന്ന് ഭൂമി തിരിയുന്നത്. അതുകൊണ്ട് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് 8ന്റെ നടത്തം ഒന്ന് ഏറ്റുവാക്ക് എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാട്ടോ. ഇന്ന് ഒരുപാട് ആളുകൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഏതായാലും അന്ന് നമ്മൾ ആ ഒരു കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, വടക്ക് ഭാഗത്തുനിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് 8 ഇടാൻ തുടങ്ങുക. ഒരു 10 മിനിറ്റ്, ഒരു 100 വട്ടം. അത് കഴിഞ്ഞ് ഒരു ലേശം നേരം ആ ചെയറിൽ തന്നെ അല്ലെങ്കിൽ ആ സ്റ്റൂളിൽ തന്നെ ഒന്ന് ഇരുന്ന് 2-3 വട്ടം ബ്രീത്ത് എടുത്തതിന് ശേഷം വീണ്ടും തെക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാട്ടോട്ട് തിരിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് 8 ഇടുക. സൂപ്പറായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. നെർവ് സിസ്റ്റം സൂപ്പറായിട്ട് മാറും. മറ്റുള്ള എക്സസൈസ് ഒന്നും ചെയ്യേണ്ട കാരണം ചെയ്യേണ്ട എന്നുള്ളതല്ല, കാരണം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരു സ്ലീപ്പിംഗ് എക്സസൈസ് തന്നെയാണ് നമ്മുടെ കമ്പനി പറയുന്നത്. ഒരുപാട് നെർവുകൾ സിസ്റ്റം ഇതൊക്കെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഏതായാലും ഹാലൽ റോഡ് പറഞ്ഞത് ഒരു വ്യായാമം നമ്മൾ ദിവസവും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ പ്രാണായാമം ഉണ്ട്, അത് അവിടെ ബുക്കിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ ആചാര്യന്മാർ പഠിപ്പിച്ചതാണ് പ്രാണായാമം. നേരത്തെ ഒരു സൂം മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, ഇടത്തെ മൂക്ക് ഹോള് കറക്റ്റ് ആക്കാൻ നോക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലത്തെ മൂക്ക് ഹോള് കറക്റ്റ് ആക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം നാശമാണ്, പ്രോബ്ലമാണ് എന്നാണ് സിദ്ധ പാരമ്പര്യം. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇടത്തെ മൂക്കാണോ വലത്തെ മൂക്കാണോ ഫ്രീ ആയിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകളുടെ, പുരുഷന്മാരുടെ വലത്തെ മൂക്ക് ഫ്രീ ആയിരിക്കും, ഇടത്തെ മൂക്ക് ബ്ലോക്ക് ആയിരിക്കും. സിദ്ധ പാരമ്പര്യത്തിലുള്ളതാണ്. ഇടനാടി പിംഗള നാടി ഡിസോർഡർ ആയിരിക്കും എന്നർത്ഥം. നമ്മുടെ നട്ടെല്ലിന്റെ, അതായത് റൂട്ട് ചക്രയിൽ നിന്ന് വരുന്ന ഇടനാടി പിംഗള നാടി ചുറ്റിക്കൊണ്ട് നട്ടെല്ലിനെ 2 ഭാഗം ചുറ്റിക്കൊണ്ട് മുകളിലേക്ക് വന്നുകൊണ്ട് അതും നാസികയിലൂടെയാണ് പുറത്തേക്ക് നമുക്ക് അതിന്റെ അടയാളം കാണുന്നത്. ആ അടയാളമാണ് പറയുന്നത്. ഇടത്തെ മൂക്ക് ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ വല്ലാത്തൊരു പ്രശ്നത്തിലാണ്. ഇനി അതിന്റെ പാരമ്പര്യത്തിൽ എന്റെ മെന്റർ പറഞ്ഞ വിഷയങ്ങളും ഗുരുക്കന്മാര് പറഞ്ഞ വിഷയങ്ങളും പറയുകയാണെങ്കിൽ ഒരു പക്ഷെ കുറച്ചധികമായി പോകും. കാരണം എന്താ വെച്ചാൽ ഇടത് മൂക്ക് എപ്പോഴും ബ്ലോക്ക് ആണെങ്കിൽ ഒരു കാര്യം നടക്കൂല എന്നുള്ളതാണ്.
ആ ബ്ലോക്കിനെ തീർക്കാൻ നോക്കണം. അതിന് പ്രാണായാമം വളരെയധികം നല്ലതാണ്. അതിന്റെ തിയറി പിന്നൊരിക്കൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോ എക്സസൈസ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. അതാണ് സേവേഴ്സിലെ ഇ എന്ന്, SAVE എന്നുള്ളതായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ വേർഡ് വന്നിരിക്കുന്നത് ആറാണ്. റീഡിങ്, വായനാശീലം. ഇന്നിപ്പോ നമ്മൾ കേൾവിശീലമാണ് കൂടുതലുള്ളത് അല്ലേ? കൂടുതൽ നമ്മൾ കേൾക്കുക, വായനാശീലമല്ല. കാരണം വിജയിച്ച ആരുടെ ജീവിതത്തിലും നല്ല നല്ല ആളുകളുടെ ബുക്കുകളും പിന്നെ അതുപോലെ തന്നെ വിജയിച്ച ആളുകളുടെ അനുഭവങ്ങളുമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നതും ഈ കുട്ടിക്കുഞ്ഞൻ പരാതികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരം വെളുത്താൽ തന്നെ വിജയിച്ച ആളുകളുടെ തോട്ട്സുകൾ നമ്മൾ നോക്കുക, അവരുടെ എഴുത്തിലൂടെ അത് വന്നിട്ടുണ്ട്. അത് ആ ഒരു വായന, ഒരു ദിവസവും ഒരു 2 പേജെങ്കിലും വായിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടെങ്കിൽ അതും മനസ്സിന്റെ ഭക്ഷണമാണ്. നമ്മൾ ആത്മാവിന്റെ ഭക്ഷണം പോലെ തന്നെ മനസ്സിന്റെ ഭക്ഷണം നമുക്ക് കിട്ടും. വായിച്ചത് കൊണ്ട് നന്നാവൂല, വായിച്ചാൽ വിവരമേ കിട്ടൂ. അതിനെ മനസ്സിൽ വെച്ച് മനനം ചെയ്യുമ്പോഴാണ് അറിവാകുന്നത് കേട്ടോ. അല്ലാതെ വായിച്ചത് കൊണ്ട് അറിവാവൂല. പലരും പറയുന്നുണ്ട് കേട്ടാൽ അറിവാവും, വായിച്ചാൽ അറിവാവും. നോ, വായിച്ചാലും കേട്ടാലും അറിവുണ്ടാവൂല, വിവരേ കിട്ടുള്ളൂ. അത് മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുമ്പോഴാണ്, പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് അറിവായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ റീഡിങ് ഹാലൽറോഡ് പറയുന്നത് ഇ എന്നതുകൊണ്ട്, സേവേഴ്സിലെ R എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീഡിങ് ആണ്. അതിന് ഒരുപാട് ബുക്സുകൾ, രാവിലെ നല്ല നല്ല തോട്ട്സുകൾ, ഞാനൊക്കെ ഒരുപാട് ബുക്കുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരുപാട് ബുക്കുകൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. മലയാളത്തിന്റെ മാന്ത്രികം എന്ന് പറയുന്ന, മന്ത്രവാദമല്ല കേട്ടോ, മാന്ത്രികം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് റോണോ ബോൾട്ടിന്റെ. കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ബുക്കാണ്, ഒരുപാട് ചിന്തകന്മാര് അതിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഇന്നും സാധാരണക്കാർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ അതിന്റെ മലയാളം PDF എന്റെ അടുക്കലുണ്ട്. ആരെങ്കിലും PM ബന്ധപ്പെട്ടാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് തരാം. ഒരു ദിവസം ഒന്ന് പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം 5 പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്ന മറ്റൊരു PDF ഉണ്ട്. ഓക്കെ, എന്തായാലും ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈലന്റിന് നമ്മളെ തോട്ട്സുകൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. സൈലന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പവർഫുൾ ഇമേജ് ഉണ്ട്, അതും വേണമെങ്കിൽ PM ബന്ധപ്പെട്ടാൽ ആ ഇമേജും 1-2 മലയാളം ബുക്സുകളുടെ PDF ഞാൻ വിട്ടുതരാം. ഓക്കെ, ഏതായാലും നമ്മൾ ചിന്തിക്കുക, വായിക്കുക എന്നുള്ളത് നമ്മളെ മനസ്സിന്റെ ഭക്ഷണമാണ്. അത് നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കും. ഇതും ഫാമിലി ബോണസും തമ്മിൽ എന്താ ബന്ധം എന്ന് ഇനി ചോദിക്കരുത്. ഞാൻ അത് ആദ്യം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ആരും കരുതിയിരുന്നത് തന്നെയാണ്. ഇതും എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും തമ്മിൽ എന്തായിരുന്നു ബന്ധം എന്നതായിരുന്നു. ഇവിടെ നമ്മളെ ഇങ്ങനെ സേവേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ അത്ഭുതമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ സ്ക്രൈബ്സ്, 6ാമത്തത് ഹാലൽറോഡ് പറയുന്നത് എഴുതുക. ഇവിടെ പലതും ചിന്തിക്കാറുണ്ട്, എന്തിനാപ്പത് എഴുതണത് എന്നുള്ളത്. ഏത് വിജയികൾ എടുത്തു നോക്കിയാലും അവരൊക്കെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ ഡ്രീംസുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ എഴുതും അവര്. ലക്ഷ്യങ്ങളും ആശയങ്ങളും എഴുതുന്നവരാണ് വിജയികൾ എന്നാണ്. അത് കൈകൊണ്ട് എഴുതുക. ചുരുക്കി പറഞ്ഞുതരാം, ഈ കൈകൊണ്ട് എഴുതുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചൂണ്ടുവിരലും തള്ളവിരലും മനസ്സും ബ്രെയിനുമാണത്. അങ്ങനെയാണ് പറയുന്നത് പഞ്ചഭൂത സിദ്ധാന്തത്തില്. ഈ മനസ്സും അത് കുട്ടികളോട് എപ്പോഴും എഴുതി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, അത് തെറ്റാണ്. ചൂണ്ടാണി വിരലും ഇങ്ങനെ തന്നെ നമ്മളൊക്കെ എഴുതില്ല. ചൂണ്ടാണി വിരലും തള്ളവിരലും മനസ്സും ബ്രെയിനിനെയും അത് എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുകയും നമ്മൾ എഴുതുന്ന സമയത്ത് അത് നേരെ നമ്മുടെ കൈയിന്റെ ആ നെർവുകളിലൂടെ നമ്മളെ തലച്ചോറിന് പ്രകമ്പനം ഉണ്ടാക്കുകയും അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് എഴുതിയാൽ. നമ്മുടെ ഇമ്പോസിഷൻ ഒക്കെ ഉണ്ടല്ലോ, പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല, 50 വട്ടം എഴുതാൻ പറയും, 100 വട്ടം എഴുതാൻ പറയും. അന്നൊക്കെ നമ്മള് ടീച്ചർമാരെയും ഒക്കെ കുറ്റം പറയുന്നു. പക്ഷെ അന്ന് എഴുതിയത് ഇന്നും മറന്നിട്ടുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് എഴുതിയ ഇമ്പോസിഷൻ നമ്മൾ ഇന്ന് മറന്നിട്ടുണ്ടാവില്ല. കാരണം അതാണ് എഴുത്തിന്റെ പവർ. ഡ്രീംസുകള്, നമ്മുടെ ആശയങ്ങള് നമ്മൾ എഴുതണം, ദിവസവും എഴുതണം. അതാണ് സ്ക്രൈബ്സ് 6ാമത്തത്. അതാണ് സേവേഴ്സ് എന്നത് വരുന്നത്. ഇങ്ങനെ ആകുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കുക. കാരണം വേഗം ഈ ഒരു സേവേഴ്സിനെ കുറിച്ച് വേഗം പറഞ്ഞു പോകുക എന്ന് മാത്രമാണ്. കാരണം ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന
ലോക പ്രശസ്ത ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്കിലെ പിന്നെ വളരെ കാമ്പായിട്ടുള്ള ഒരു വേർഡ്സുകളാണ് സേവേഴ്സ് എന്നുള്ളത്. ആ സേവേഴ്സിന്റെ വിശദീകരണം ഈ രൂപത്തിലാണ്, ഇങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. സേവേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാകുമ്പോ സാമ്പത്തിക വിദഗ്ധന്മാര് പറയുന്നത്, ഇങ്ങനെയാകുമ്പോൾ സേവേഴ്സ് ഒരാള് ജീവിതത്തിൽ കഠിനമായിട്ട് കർശനമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സേവിങ് ഉണ്ടാകുന്നു. സേവിങ് ഇല്ലാതെ നമുക്ക് ഒരു മാസത്തിൽ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യ? അതായത് ഇപ്പൊ 10,000 രൂപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ഉദാഹരണം പറയാണ്. 10,000-ൽ 50% ചെലവ് എല്ലാം പെട്ടു, കറണ്ട്, വെള്ളം, മൊബൈൽ റീചാർജിങ് എല്ലാം 5,000-ൽ പെടണം. ഉദാഹരണമാണ്, 10,000-ന്റെ ഉദാഹരണം ഞാൻ പറയുന്നത്. 10,000-ന്റെ 50% കറണ്ട്, വെള്ളം, ഇതുപോലത്തെ എല്ലാ ചെലവുകൾ, വീട്ടു സാമാനങ്ങളെല്ലാം, പലചരക്കെല്ലാം കൂടി 50%-ൽ ഒതുങ്ങണം. ബാക്കി എത്ര ഉണ്ട്? 50% കൂടി ഉണ്ട്. അതായത് 10,000-ൽ 5,000 കൂടി ബാക്കിയുണ്ട്. 3,000 കൊണ്ട് ടൂറ് പോകണം എന്നാ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധന്മാർ. അല്ലാതെ കുറെ ഉണ്ടാക്കി മരിച്ചു പോകാനല്ല. 2,000 ബാങ്കിലിടണം, അതിന്റെ ATM പൊട്ടിച്ചു കളയണം. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടാവും. ഒരിക്കലും തന്നെ ചെക്ക് ബുക്കും മേടിക്കരുത്. ചെക്ക് ബുക്ക് മേടിക്കാനോ പ്രോബ്ലം, അതല്ല, അതിന്റെ ATM ഉണ്ടാവരുത്, അതിന്റെ ഗൂഗിൾ പേ ഉണ്ടാവരുത്, ആ ഒരു അക്കൗണ്ടിന്റെ. സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നതാണ് ഇത്. ആരെല്ലാം ചെയ്തിട്ടുണ്ട്? സേവിങ് 2,000 സേവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 10,000 കിട്ടുന്നവൻ 5,000 ചെലവാക്കി 3,000 കൊണ്ട് ടൂറ് പോണെന്ന്. ഞാൻ പറയുന്ന MIG എല്ലാ മാസത്തിലും ടൂർ സംഘടിപ്പിക്കണം. കാരണം ഹാപ്പിനെസ് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കിട്ടിയതിന്റെ വലിയ ടൂറല്ല, ഒരു സൈലന്റ് ആവാൻ, ഒരു ദിനാചരണം, ഒരു ആചരണമാവട്ടെ, അത് ഒരു ചലഞ്ച് ആവട്ടെ, മനസ്സിനൊക്കെ ഒന്ന് ഫ്രീ ആക്കി, ബ്രെയിനൊക്കെ ഒന്ന് ഫ്രീ ആക്കി സൈലന്റ് ആവാൻ വേണ്ടിയിട്ട്. അന്നു ഭാര്യയും ഭർത്താവും ഒപ്പം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തോണ്ടരുത്, ഇങ്ങനെ തോണ്ടി കളിക്കരുത്. അപ്പൊ നമുക്ക് നാളെ എന്താ ചെയ്യാ, മറ്റെന്താ, അപ്പോഴവിടെ സൈലന്റ് നഷ്ടപ്പെടും, ശാന്തി നഷ്ടപ്പെടും. ഭർത്താവിന് ഭാര്യയും തോണ്ടരുത്, ഭാര്യ ഭർത്താവിനും തോണ്ടരുത്, അപ്പോഴും അങ്ങനെ നഷ്ടപ്പെടും. പക്ഷെ അവരില്ലാതെ നമുക്ക് ടൂർ പോകാനും പാടില്ല. ഞാൻ പറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഞാൻ സഹോദരനോട്, എന്റെ വൈഫിനോട് എപ്പോഴും പറയാറുണ്ട്, ഈ മാസം കിട്ടിയതുകൊണ്ട് ഇന്ന ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. കാരണം ചെയ്യുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോകാറുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പേ ഞാൻ നമ്മളെ ടീമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കന്യാകുമാരി പോവുകയാണ്. നമ്മളെ പ്രധാനമന്ത്രി ഇരുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ പോകാറുണ്ട് കന്യാകുമാരിയിൽ അറിയാലോ, ഒരു കടലിന്റെ ഉള്ളിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് വലിയൊരു ആംബിയൻസ് ആണ്. അവിടെ ഒരു മെഡിറ്റേഷൻ സെന്റർ ഉണ്ട്. ഞാൻ മാസത്തിലോ 3 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ അവിടെ പോകുന്ന ആളാ. ഞാൻ അവിടെ പോകും, അവിടെ പോയിട്ട് പിന്നെ ആ ഒരു ബോട്ടിൽ കയറി പോകും. അവിടെ പോയിക്കൊണ്ട് അവിടെ നമ്മൾ വിവേകാനന്ദ സ്വാമിയുടെ പ്രതിബിംബം ഇതൊക്കെ ഉണ്ട്. അവിടെ വലിയൊരു അമ്പലമൊക്കെയാണ്. അതിന്റെ അപ്പുറത്തൊരു മെഡിറ്റേഷൻ സെന്റർ. പ്രധാനമന്ത്രി ഇപ്പൊ ഈ വോട്ടിന്റെ മുമ്പ് വന്നിട്ട് ഇരുന്ന ഒരു സ്ഥലം അല്ലേ? നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മാജിക് ആണത്. അവിടെ പോയി ഇരുന്നു കൊണ്ട് ആ ഒരു മെഡിറ്റേഷൻ സെന്ററിൽ 1/2 മണിക്കൂർ ഞാൻ ഇരിക്കും. 1/2 മണിക്കൂർ ഇരുന്ന് നീച്ചു വരുമ്പോൾ ഞാൻ പുതിയൊരാളായിരിക്കും. അതിന്റെ അർത്ഥം എനിക്കൊരു കോടി ഉണ്ട് കിട്ടിയിട്ടൊന്നല്ല, ഞാനൊരു പുതിയ ആളായിരിക്കും. എനിക്കൊരു ഒരുപാട് ഊർജം അതിലൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇത് എന്താണ് നമുക്ക് കിട്ടണമില്ല, ചെലവാക്കാനുമില്ല, കിട്ടുന്നുണ്ടെങ്കിലും ചെലവാക്കൂല്ല. അപ്പൊ ഞാൻ പറയുന്നത്, കുടുംബത്തോടെ ആണെങ്കിലും നമ്മളുടെ MIG ആണെങ്കിലും 1 മാസത്തിലോ ഒക്കെ ഒരു ചെറിയൊരു ടൂർ ആവശ്യമുള്ളവര്, ചിന്തിക്കുന്നവര്. കാരണം അവർ വിജയത്തിലേക്ക് ഈ മാസം ചെലവാക്കിയാൽ പിറ്റത്തെ മാസം അവർ വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് പോകുമെന്നാണ് ചിന്തകന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സൈലന്റിലേക്ക് വരാൻ, സൈലൻസ് എന്ന മോഡിലേക്ക് നമ്മളെ ആത്മാവിനെ നമുക്ക് ശാന്തി വരുത്തുവാൻ അത് കഴിയും. അപ്പൊ 3,000, 10,000-ൽ 3,000 അതിനു വേണ്ടി ചെലവഴിക്കണം എന്നാ. അതിൽ പിശുക്ക് കാണിക്കരുത്. ബാക്കി 2,000 സേവിങ്. 2,000 സേവിങ് ഉള്ളൂ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. നോക്കൂ, മാസത്തിൽ 2,000 സേവിങ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 10,000 പോലും കിട്ടണില്ല. നിങ്ങൾ എപ്പോഴും കടത്തിലും പ്രയാസത്തിലും പ്രശ്നങ്ങളിലുമാണ്. നിങ്ങളെ മനസ്സിന് ശാന്തിയില്ല. സേവേഴ്സ് ഒന്നുകൂടി ചുരുക്കി പറയുന്നു. ഇനി അതിനെക്കുറിച്ച് ആ സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞ ആ ഒരു
കിട്ടും എന്നതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാനും ദിവസം 1 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂറെങ്കിലും ഈ സേവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങള് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ 100% ഉറപ്പാണ്, ഒരുപാട് ആളുകൾ വിജയിച്ച വലിയൊരു മാർഗമാണ്, വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. അതെടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ഇന്നത്തെ ദിവസം നേർന്നുകൊണ്ട് ശുഭദിനം. എല്ലാവർക്കും താങ്ക്സ്.